ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ദ ഡ്രേപ്പ് എഡിറ്റ്. കുറേ നാളായില്ലേ, ഞാൻ കുറച്ച് ഓട്ടത്തിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു തിരക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് നമുക്ക് ഒരു വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാണ്ട് ഒന്ന് പോസ് ചെയ്യേണ്ടി വന്നത്. ആൻഡ് നൗ ഐ ആം ബാക്ക്. അപ്പോൾ നമുക്ക് തുടങ്ങാം. വളരെ സിമ്പിളായ ഈ സാരി നമുക്കൊരു എക്സ്പെൻസീവ് ലുക്കിൽ ഒന്ന് മാറ്റി നോക്കിയാലോ? കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അതിൽ നമ്പർ 1 ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ വളരെ കാഷ്വൽ ആയിട്ട് വെയർ ചെയ്തേക്കുവാണ്. പ്ലീറ്റ് ഒന്നും എടുക്കാണ്ട് വളരെ കാഷ്വൽ ആയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ആ ഒരു ലെയറിങ് വന്നിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത് ഒന്ന് പ്ലീറ്റ് ഒക്കെ എടുത്ത് ഒന്ന് സെറ്റ് ചെയ്ത് അങ്ങനെ ഒന്ന് കണ്ടു നോക്കിയല്ലോ. സാരി പ്ലീറ്റ് എടുത്തു, ബെൽറ്റ് ഇട്ടു. ഇനി എന്താ? അക്സസറീസ്. ഒരുപാട് ഹെവി ആയിട്ടുള്ള അക്സസറീസ് അല്ലാണ്ട് വളരെ മിനിമൽ ആയിട്ടുള്ള പീസസ് ഒന്ന് ഇട്ട് നോക്കിയാലോ. ഇനി ഹെയറും കൂടെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ ഫൈനൽ ലുക്ക് കണ്ടാലോ. ലുക്ക് നമ്പർ 1 കണ്ടില്ലേ? ഇനി ചെറുതായിട്ടൊന്ന് മാറ്റി പിടിച്ചാലോ. നമ്മൾ ഇപ്പോൾ എടുത്തേക്കുന്ന പ്ലീറ്റഡ് ആയിട്ടുള്ള ആ ഒരു പോർഷൻ വന്നിട്ട് നമ്മൾ സിംഗിൾ ലെയർ ആക്കുകയാണ്. സിംഗിൾ ലെയർ വിത്ത് ബെൽറ്റ്. അക്സസറീസ് ഒക്കെ സെയിം ആണ്, അതൊന്നും മാറ്റുന്നില്ല. പക്ഷെ പ്ലീറ്റിൽ മാത്രം നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തുകയാണ് കേട്ടോ. ഹൗസ് ലുക്ക് നമ്പർ 2. അങ്ങനെ ആകെ മൊത്തം നമ്മളിന്ന് 2 ലുക്കാണ് കണ്ടിരിക്കുന്നത് കേട്ടോ. അതായത് ആദ്യത്തേതെന്ന് പറഞ്ഞാൽ സെയിം സാരിയാണ്. എന്തുകൊണ്ടാണ് ഈ സാരി ചൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. ഇതിലങ്ങനെ ഒരുപാട് വർക്കോ കാര്യങ്ങളോ ഒരുപാട് ഡിസൈൻസോ ഒന്നും ഇല്ലാത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു സാരിയാണ് എനിക്ക് ഒന്ന് എക്സ്പെൻസീവ് ലുക്കിലാക്കി കാണിക്കണം എന്ന് തോന്നിയത്. പിന്നെ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കളേഴ്സ് കുറച്ച് ഡാർക്ക് ടോണിലുള്ള കളേഴ്സ് ചൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് കുറച്ചും കൂടി ഒരു എക്സ്പെൻസീവ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഇൻഫോർമേറ്റീവ് ആൻഡ് യൂസ്ഫുൾ. നിങ്ങൾ വീട്ടിൽ ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള സാരീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്ത് ഒന്ന് എക്സ്പെൻസീവ് ലുക്കിലൊക്കെ ആക്കി നോക്കുക കേട്ടോ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും. Ta-da!